തമിച്ചേട്ടാ. എടാ മനോജ്, നീ ഇന്നലെ കാശിലെന്ന് പറഞ്ഞിരുന്നേ. അതെ തമ്പിച്ചേട്ടാ, കാശ് സെറ്റ് ആയിട്ടില്ലായിരുന്നു. ഞാനൊരു ഒരാഴ്ചക്കുള്ളിൽ തരാം. എടാ ഇതന്നെയാണ് നീ 2 മാസമായിട്ട് പറഞ്ഞോണ്ടിരിക്കണേ. അതെ, ചേട്ടൻ അറിയാലോ, ജോലിയൊക്കെ പോയിട്ട് 2 മാസമായി, വേറെ ഒന്നും സെറ്റ് ആയിട്ടുമില്ല. അതാ കുറച്ച് ഡിലേ ആയിരുന്നു. എടാ എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ മുമ്പ് പൈസ വയ്ക്കാത്ത. ഇനി വൈകി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ലട്ടാ മനോജേ. ഹലോ സാർ, പറയൂ. എന്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സൂപ്പർവൈസർ വേക്കൻസിയിലോട്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ? സാർ, ആ വേക്കൻസി ഫില്ലായിരുന്നേ. ഓ, ഓക്കെ. ഇന്നത്തെ റംദാനിൽ നമ്മുടെ നാട്ടില് ദുബായിലൊക്കെ മൊത്തം ഫേമസ് നമ്മുടെ ഷാർജ. Let's make a super easy Sharjah shake using Voynich. ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ഷാർജ ഷേക്ക് ആയാലോ? 2-3 ഞാലിപ്പൂവൻ പഴം ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ലിറ്റർ പാല് ഫ്രീസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇടിച്ചു പൊടിച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം മിക്സ് പൗഡർ ചേർക്കുക. ഇനി പൊടിച്ച കപ്പലണ്ടി ഒരു 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നല്ല തിക്ക് ഷാർജ ഷേക്ക് റെഡി. ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ഷാർജ ഷേക്ക് ആയാലോ? 2-3 ഞാലിപ്പൂവൻ പഴം ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ എടേ, ഇവിടെ ഇരുന്ന് ഐസ്ക്രീമും പഴമൊക്കെ തീർന്നോ? ആ, തീർന്നു കാണും. പിന്നെ നിന്റെ ഒരു 200 രൂപ കഴിച്ചേ. 200? എന്തിന്? നീ അയക്ക്, ഒരാവശ്യത്തിനാ. വല്ല കള്ളും വാങ്ങി കുടിക്കാനായിരിക്കും. എന്റെ ഒന്നുമില്ല. അതിനൊന്നും അല്ല, ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാനാ. ദേ മനോജെ, എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങളോട് ഞാൻ വില്ലേജ് ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ട് എന്തായി? അത് ഞാൻ പൊയ്ക്കോളാം, നീ ഉണ്ടെങ്കിൽ അയച്ചേ. എന്റെ കയ്യിൽ ഇല്ല. ചോദിക്കുമ്പോ ഞാൻ എവിടം തരാനാ? ആ ശരി. ഒരു 200 ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്തടാ. എടാ എന്റെ ഉണ്ടാവത്തില്ലടാ, മന്ദന്റെ പൂക്കറ്റുള്ള കാലിയാ. ഓ, ആ എന്നാ ശരിയടാ, കുഴപ്പമില്ല.
മൊയ്ത്തേ അളിയാ പൈസക്കാണ് എന്റെ ഇല്ലട്ടാ. എടാ ഒരു 200 രൂപ ചേട്ടാ, അടുത്ത ആഴ്ച തിരിച്ചു തരാം. പിന്നെ അടുത്ത ആഴ്ച ഇതിന്റെ സ്ഥിരം ഡയലോഗാ, ഒന്ന് മാറ്റിപ്പിടാ. എടാ അത്യാവശ്യം ഉണ്ടല്ലോടാ. നാളെ സാലറി ഉള്ളൂ, നാളെ ഇട്ടാ മതിയാ. ഓ എന്നാ ശരിയടാ, കുഴപ്പമില്ല. ഹലോ ആ പറയാളിയാ, എവിടെയാണ്? അതെ ഞാൻ പെട്രോൾ ഇരുന്ന് വഴി കിടക്കണം. കയ്യിലാണെങ്കിൽ എന്ത് പൈസ ഇല്ല. നീ ഒരു 200 രൂപ കഴിച്ചേ. ആ 200 ഇപ്പൊ അയച്ചു തരാടാ. താങ്ക്സ് താങ്ക്സ് അളിയാ. എന്താണ് തുറക്കാൻ ഇത്ര താമസം? അല്ലെങ്കിൽ തന്നെ ഈ പകൽ സമയത്ത് ഇതിന്റെ അകത്ത് അടച്ചുകൂടി ഇരുന്നിട്ട് എന്തിനാ? ദേവി ചേട്ടനവിടെ പോയതോ? എവിടെയും പോയതല്ലേ, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന. ജോലി പോയിട്ട് എത്ര ആളായി? 2 മാസം. 2 മാസം. ആ പെണ്ണിന് നല്ല ജോലിയുള്ള കണ്ട് കൊള്ളാം, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ വീടിന് എന്താ വാടക? 20. 20,000. ഞാൻ അന്നേ പറഞ്ഞോ ചെറിയ വാടക വീടും എല്ലാം നോക്കിയാൽ മതിയെന്ന്. അപ്പൊ നിനക്ക് പത്രാസ് കാണിച്ചാലല്ലേ പറ്റുള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എടാ കൊക്കിൽ ഒതുങ്ങുന്നതേ ഒത്താവുള്ളൂ. ചേട്ടനെ ചീത്ത പറയാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എടാ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെ ചീത്ത പറയാതിരിക്കും? നീ കാരണം എനിക്ക് അമ്പല കമ്മിറ്റിയിലായിട്ട് പോലും പോകാൻ പറ്റുന്നില്ല. 24 മണിക്കൂർ നീ വീട്ടിലിരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ ജോലി നോക്കാൻ പറയാ, നീ അതും ചെയ്യുന്നില്ല. കുടിക്കാൻ വെള്ളമൊന്നും ഇല്ല. ഷാർജ ഷെയ്ഖ
നീ കഴിച്ചാ? ആ ഞാൻ കഴിച്ചു. ഇനി ഞാൻ വന്ന കാര്യം പറയാം. നിനക്ക് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. നീ നേരത്തെ ചെയ്തിട്ടിരുന്ന ജോലി തന്നെയാണ്. ശമ്പളം ഏകദേശം അതിനേക്കാൾ കൂടുതൽ കിട്ടും. എന്റെ പഴയ ഫ്രണ്ടാണ് അവിടുത്തെ മാനേജർ. അവൻ വഴി ശരിയാക്കിയതാ. നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? പിന്നെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഈ ജോലിയും കളഞ്ഞിട്ട് വന്നേക്കരുത്. അവള് വരുമ്പേ ഞാൻ വന്നേക്കിട്ടൊന്നും പറഞ്ഞേക്ക്. ഷെയ്ക്ക് കൊള്ളാം. ആ മനോജൂട്ടാ, മോനെ പറയടാ. ഹലോ. പരമാറി